ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെസ് പ്ലസ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ്. നമുക്ക് അത്യാവശ്യത്തിന് നല്ല ബിൽഡൊക്കെ നമുക്ക് മോബ് ഫാർം ഉണ്ടാക്കാനും വില്ലേജ് ബ്രീഡർ നമ്മൾ ചെയ്തില്ല, അതിനായിട്ടൊക്കെ നമുക്ക് ഒരു കോബിൾ സ്റ്റോൺ ഐറ്റം ആയിട്ടുള്ള എല്ലാ സംഭവം ബ്ലോക്സ് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അതിനായിട്ടുള്ള പരിപാടിയായിട്ട് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി ലെറ്റ്സ് പ്ലേൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇതിനിടെ നമ്മളൊരു സർവറൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഇന്നലെ ഫ്ലോപ്പായി. ഒട്ടും പ്രതീക്ഷയിൽ നമ്മൾ അക്ട്രോണോസിലാണ് ഉണ്ടാക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ മെസ്സേജ് വരിക ഒക്കെ ചെയ്ത് അങ്ങനെ ഫ്ലോപ്പായി പോയി. നമ്മൾ നല്ല വിശ്വാസത്തോടെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കതും മിസ്സായി. ഇനി നമ്മൾ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിമിതാ ഇവിടെ നമുക്കൊരു പണി കിട്ടി. അപ്പോൾ ഞാൻ അവിടെ സീഡൊന്നും കൂടിയും ആടണം. അപ്പോൾ നൈറ്റ് ആവുന്നുണ്ട്, നമുക്കൊന്ന് പോയി കിടക്കണം. അപ്പോൾ ബ്രെഡൊക്കെ കയ്യിലോട്ട് എടുക്കാം. ആകെ ഒരു ബ്രെഡുള്ളത്. അല്ല, നമ്മളെ അടുത്ത് അത്യാവശ്യത്തിന് വീറ്റ് ഉണ്ട്, അതിനോട് നമുക്ക് ബ്രെഡ് ചെയ്യാം. പിന്നെ നമ്മളെ ഫാർമ് നമ്മളെ AFK നിൽക്കാത്തതുകൊണ്ടാണ് അറിയില്ല, എന്നാലും അത്യാവശ്യം പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു AFK ടൈപ്പ് ഫാർമല്ലേ സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് കിടക്കാം. പിന്നെ നമുക്ക് അതിനായിട്ടുള്ള കുറച്ച് സംഭവം എടുക്കണം. നമുക്കൊരു 2 ഫർണൈസ് ഇവിടെ നിന്ന് എടുക്കാം. കാരണം നമ്മുടെ അടുത്തുള്ള ഈ സ്റ്റോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ അടുത്ത് കൊബിൾ സ്റ്റോൺ അല്ലേ ഉള്ളത്. ആ കൊബിൾ സ്റ്റോൺ നമുക്കൊന്ന് സ്റ്റോണാക്കി എടുക്കണം. മറ്റേ നമ്മൾ കൊബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുമ്പം അതിന് നമുക്ക് കിട്ടുന്നതും കൊബിൾ സ്റ്റോൺ, അതിൻ്റെ സൈഡിലും കൊബിൾ സ്റ്റോൺ ആയ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എനിവേ നമുക്ക് കുറച്ച് കൊബിൾ സ്റ്റോണ് ഡയറക്റ്റ് നമുക്ക് ഫർണൈസിലിട്ട് സ്റ്റോണാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേരട്ടെ ഗൈസ്. കേട്ടെ, നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കണം. ഇപ്പോൾ ടെറാഫോം ചെയ്തിട്ട് കാണാം. ഇപ്പം നമ്മൾ ടെറാഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫർണൈസ് വെച്ച് നമുക്കതിൽ നമ്മളെ കൊബിൾ സ്റ്റോൺ വെച്ച് അത് നമുക്ക് സ്റ്റോണാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് 11 കോളം ഉണ്ടാവുക. ഇത് സെറ്റാവുമെന്നാണ് തോന്നുന്നത്, ഇതിൽ റെഡി ആവുമായിരിക്കും. അപ്പോൾ നമ്മളെ സ്റ്റോണൊക്കെ ഒന്ന് കൊബിൾ സ്റ്റോണൊക്കെ ഒന്ന് സ്റ്റോണായി മാറട്ടെ. അപ്പോൾ നമ്മളെ ക്രോപ്പ് ഫാം സെറ്റാണ്, വലിയ സീനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ ഗ്യാദർ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളെല്ലതും ഗ്യാദർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അയണ് എടുക്കാനാണ് ഏറ്റവും പാടുപെട്ടത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് തുറക്കാം. ചെസ്റ്റിൽ 8 ചെസ്റ്റ്, ഒരു ലാവ ബക്കറ്റ്, നമ്മൾ സ്റ്റോണ് കറക്റ്റ് അല്ല, പിന്നെ 4 ഹോപ്പർ, ഒരു സൈൻ ബോർഡ്, പിന്നെ 4 സ്റ്റെയറുമാണ് നമ്മളത് അതിക്ക് വെച്ചില്ല. നമ്മളെ ഇൻവെൻട്രിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കയ്യിലോട്ട് എടുക്കുക. ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മളെ അയൺ ആക്സ് കയ്യിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെറ്റപ്പ് തുടങ്ങാം. അപ്പോൾ 4 ചെസ്റ്റാണ് ആദ്യം നമ്മൾ 4 ഡബിൾ ചെസ്റ്റ് ആദ്യം നമ്മൾ സെറ്റാക്കി നേരെ വെക്കണം. അല്ല, അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആക്സ് ഇല്ല, അത് ഓടിയാണ്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് അവിടെ ബാക്കിൽ നമുക്ക് ടെമ്പററി ബ്ലോക്സ് വെച്ചാണ്ട് ഒന്ന് ഹൈറ്റ് കൂട്ടാണ്ട്. അപ്പോൾ നമുക്ക് ആക്സ് എടുത്ത് വന്നിട്ട് അതൊന്ന് പൊട്ടിച്ച് മാറ്റി ഒന്നും കൂടി കറക്റ്റാക്കി ചെസ്റ്റ് വെക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇത് സ്പീഡൊന്നും കൂട്ടി നമ്മൾ ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകട്ടെ. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് 4 ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് മുന്നോട്ട് നോക്കണ പോലെ സെറ്റാക്കി വെക്കണം. ശേഷം അതിൻ്റെ ബാക്കിൽ പോയി നമ്മൾ സ്നീക്ക് ചെയ്ത് അതിനായിട്ട് ഹോപ്പർ വെച്ച് കണക്ട് ചെയ്യണം. ഹോപ്പർ വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ 4ത്തിനും ഹോപ്പർ വെച്ച് കണക്ട് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ബ്ലോക്സ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം ഇങ്ങനെ വെക്കുക, അതിൻ്റെ മേലിലും ഹൈറ്റ് കൂട്ടണം. അതുകൊണ്ട് നമുക്കിനി പൊട്ടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ബ്ലോക്കും കൂടി മുന്നോട്ട് പോകണം. ശേഷം അത് ഒരു 2 ബ്ലോക്ക് മേലെ അത് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഹൈറ്റ് കൂട്ടണം. ഇവിടെ ഒന്നും കൂടി മുന്നോട്ട് വെക്കാണ്ട്. ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ കയ്യിലുള്ള സ്റ്റെയർ എടുക്കുക. സ്റ്റെയർ എടുത്തിട്ടാണ് നമ്മൾ നേരെ പോയിട്ട് ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് സ്നീക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെസ്റ്റ് ഓപ്പൺ ആവും. ശേഷം നമുക്ക് ചെയ്യാനുള്ള പരിപാടി, നമ്മൾ ഏത് ഭാഗത്തു നിന്നാണോ നമ്മൾ മൈൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു ബ്ലോക്ക് മുകളിലത്തെ പൊട്ടിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ ഒരു വലതുവശത്തായിട്ട് നമ്മളൊരു സൈൻ ബോർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള
കുറച്ച് നേരം ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ നമ്മൾ ആ സ്റ്റെയർ കേസിൻ്റെ മേലിൽ ബ്ലോക്ക് വെച്ച് ഹൈറ്റ് കിട്ടുക, അതായത് മൊത്തത്തിൽ ഹൈറ്റ് കൂട്ടിയിട്ട് ഇത് ബ്ലോക്ക് വെച്ച് മൂടുക. നമ്മുടെ അടുത്തിന് 3 സ്റ്റോണും കൂടി ഉള്ളൂ. ഇനി ആക്കി കോബിൾ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരും, നമുക്ക് തന്നില്ല. അടുത്ത പണി പിന്നെ മൂഞ്ചി ഗൈസ്. ഇനി അതിൻ്റെ മേലിൽ അവിടുത്തെ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് വേണം ഇനി അവിടെ വാട്ടർ ബക്കറ്റ് വെച്ച് ഒഴിക്കാൻ. അപ്പോൾ അതിന് ഞാൻ അവിടെ ഇതാക്കേണ്ടി വരും. വീണ്ടും ഇത് അവിടെ വെച്ച്. ഏതായാലും നമുക്ക് ഇതിന് അടുത്ത നമ്മളെ നെക്സ്റ്റ് എപ്പിസോഡൊക്കെ ആകുമ്പോൾ നമ്മളിത് ഇന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ബ്ലോക്ക് ഏതായാലും പൊട്ടിക്കാനുണ്ട്, കാരണം നമുക്ക് അവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് നമ്മളെ സ്റ്റെയർ കേസിൻ്റെ അവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലുള്ള ലാവ് എടുത്താണ്ട് ആദ്യം ഒരു ഇവിടെ എന്തെങ്കിലും ബ്ലോക്കത്തെ പൊട്ടിച്ചതിൽ വെക്കണം. അവിടെ മൂട് അവിടെയൊക്കെ മൂടെ നമ്മൾ മറ്റേ അടിയിലേക്ക് ഒലിച്ച് നമ്മളെ ക്രോപ്പ് ഫാർമ് നശിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ലാവ ബക്കറ്റ് വെച്ചിട്ട് നമുക്ക് വാട്ടർ ഓരോന്നായിട്ട് 4 സെറ്റ് കൊണ്ടുവരണം. ഇതാണ് പണി. അപ്പോൾ നമ്മളിതൊന്നും സ്പീഡ് കൂട്ടാത്ത നമുക്ക് ട്യൂട്ടോറിയലായിട്ട് ചെയ്യാൻ തന്നെ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെയറിൽ ഒന്ന് ഒഴിക്കുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. ശേഷം രണ്ടാമത്തെ സ്റ്റെയറിൽ ഒഴിക്കുക. എന്താണിത്, ഇത് വീണ്ടും അടിയിലോട്ട് വീഴുകയാണ് കേസ്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷിറ്റ് മൊത്തഫ ഗൈസ് ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ടൊന്ന് പുറത്ത് പോയിട്ട് രണ്ടാമത്തേൽ ഒഴിക്കാൻ. ഇതുപോലെ എത്ര മൂഞ്ചാണ്ടാവാം. അപ്പോൾ ഇനി രണ്ടാമത്തേലൊന്നും കൂടി ഒഴിക്കുക. അങ്ങനെ നമ്മൾ 4 ഫില്ലാക്കണം. ഞാൻ ഒന്നും കട്ട് ചെയ്യാതെ ഫുള്ള് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെയും ഒഴിച്ച് മൂന്നാമത്തേലും ഒഴിച്ച് പിന്നെ 4 കിട്ടുന്നില്ലല്ലോ. വീണ്ടും ചുവപ്പ് കിട്ടി. എനിവേ ഇതിൻ്റെ മേലെ ചാടി. എന്താണിത്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇതിൻ്റെ ഉണ്ടാകും. ഒക്കെ എല്ലാവരും ക്ഷമിക്കണം. അതായത് ഞാൻ ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ലാവ് എടുക്കുക. ലാവ് എടുത്തതിന് ശേഷമാണ് കറക്റ്റിന് ഒഴിച്ച് കൊടുക്കണം. ആ ബ്ലോക്കിലായിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്തെടുക്കുക. പിന്നെ ആ ലാവ് ഫുള്ള് ഫില്ലായി ഇവിടെ വരെ എത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നത് പതുക്കെയാണല്ലോ, ഒരു വർക്കിംഗ് ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ബ്ലോക്ക് വെച്ചൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ അത് ഞങ്ങൾ സ്ലോ ആയിട്ടാണ് കണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇതിലൊരു ഇതുണ്ടാവും, രണ്ടാമത്തേലാണ് സെറ്റാവും. ഇനി ഫുൾ എഫിഷ്യൻ്റ് ഗൈസ്. ഇനിയാണ് പക്ക സാധനം കണ്ടില്ലേ, സ്മൂത്ത് നല്ല ഫാസ്റ്റ് ക്വിക്കായിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടിച്ചാൽ എന്നിട്ട് എത്രത്തോളം കിട്ടീന്ന് നോക്കാം. നമ്മളിപ്പോൾ തോനെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ചെസ്റ്റിലാണ് ഏട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. നമ്മൾ ഹോപ്പറായിട്ട് കണക്ട് ചെയ്തതും കറക്റ്റാണ്. അതായത് ചെസ്റ്റിലോട്ടായി എത്തുന്നുണ്ട്. ഇതിലൊക്കെ ഒന്നുള്ളൂ ഗൈസ്, നമ്മൾ ലോങ്ങത്തൊന്നും എല്ലാം പൊട്ടിച്ചില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഗോൾ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു കസ്റ്റം സ്കിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ പിന്നെ കാണിച്ചു തരണ്ടേ. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ബൈ.